കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ വിശാലമായി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 1 വാക്യം, സംശയ വിചാരണങ്ങളെ വിധിക്കാതെ വിശ്വാസത്താൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഇവിടെ റോമർ നമ്മൾ പഠിക്കുമ്പോൾ റോമയിലുള്ള സഭയിലുള്ള സഭാവിശ്വാസികളോടും അതുപോലെ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സംശയം വിചാരണങ്ങൾ വിധിക്കാതെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ സംശയങ്ങൾ മുഖാന്തരം പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതങ്ങളിൽ നടക്കാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കാറുണ്ട്, നമ്മുടെ തലമുറകളിൽ നടക്കാറുണ്ട്, നമ്മുടെ ദേശങ്ങളിൽ നടക്കാറുണ്ട്, കടഭാരങ്ങളിൽ നടക്കാറുണ്ട്. അങ്ങനെ പലവിധമാകുന്നതായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ സംശയം കൂടി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുവാൻ തക്കവണ്ണം നാം സ്വയമായി നമ്മുടെ ജീവിതത്തെ അപകരിക്കാൻ നോക്കുമ്പോൾ ഇവിടെ കർത്താവായ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ സംശയങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവായ ദൈവത്തിൽ വിശ്വസിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. ഹല്ലേലൂയ. നാം ഒരിക്കലും സംശയിക്കുവാനിട വരുത്തരുത്. ഹല്ലേലൂയ. വിശ്വാസത്താൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ തന്നെ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, കടലിന് സമം പോലെ. എന്താണ്? കടലിലെ തിരമാലകളെ എങ്ങനെ ഇളകി മറിയുന്നുവോ അതുപോലെ മനുഷ്യന്റെ ജീവിതം ഇളകി മറിയുന്നതായ സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കടഭാരത്താൽ ഇളകി മറിയുന്നു. എന്ത് ചെയ്യുമെന്ന്, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ പലവിധമായ സാഹചര്യങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, സംശയം വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഇവിടെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പൗലോസ് ബലഹീനതകളായവരെ ചേർത്തുകൊള്ളുന്നത് പോലെ ഈ ദിനങ്ങളിൽ നാം ഹല്ലേലൂയ ഒന്നിനും സംശയം കൂടാതെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം അങ്ങനെയുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ സംശയങ്ങൾ മാറുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതേ പൗലോസ് പറയുന്നത് പോലെ ബലഹീനതയുള്ളവരെ ചേർത്ത് നടത്തുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ തീർച്ചയായി നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ ബലഹീനമായുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാം, അവരെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം അങ്ങനെയുള്ളവർ ഹല്ലേലൂയ ഒരു പൂർണ്ണ മനസ്സ് അതിനുവേണ്ടി നമ്മുടെ പൂർണ്ണമായ ഒരു മനസ്സ് നമ്മൾ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. പൗലോസിന്റെ ജീവിതത്തിൽ റോമയിലുള്ളതായ വിശ്വാസികൾ അങ്ങനെ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവരോട് വചനം പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ബലഹീനമായവരെ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദിനങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എത്രയോ പേർ അവരുടെ ജീവിതത്തെ അപകരിച്ചു പോകുന്നു, എത്ര ജീവിതം പൊളിഞ്ഞു പോകുന്നു. എന്നാൽ സ്വർഗീയ പിതാവായ ദൈവമേ, അവരെ വിശ്വാസത്താൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഏൽപ്പിക്കുന്നതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള മനോഭാവത്തോടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംശയം കടന്നു വരാതെ വിശ്വാസത്താൽ അവരെ കൂട്ടി യോജിപ്പിച്ച് അവരോട് കൂടെ നാമും പോകുകയാണെങ്കിൽ തീർച്ചയായും അവിടെ സംശയങ്ങൾ മാറി ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ അങ്ങനെയുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കാം, ആ ഒരു അനുഭവത്തിൽ
അനുഭവത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിത ശ്രേഷ്ഠകരവും ധന്യകരമായി മാറുവാൻ തക്കവണ്ണം നമ്മുടെയായി തീരും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നമുക്കുള്ളൊരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവർക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ജീവിതം അനുഗ്രഹമായി മാറുവാനിടയായി തീരും. സാമ്പത്തികമായി അങ്ങനെയാണെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനിടയായി തീരും. സമാധാനം പറയുകയാണെങ്കിൽ അങ്ങനെ അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനിടയായി തീരും. അങ്ങനെ അവിടെ ജീവിതത്തിലുള്ളതായ സംശയങ്ങൾ, ബലഹീനതകൾ എന്നുവേണ്ട സകലതും മാറി അവർ കർത്താവിൽ സന്തോഷമുള്ളവരായി മാറുവാനിടയായി തീരും. കർത്താവിൽ സമാധാനമുള്ളവരായി മാറുവാനിടയായി തീരും. ആ ഒരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം പൗലോസിനെ തന്നെ തയ്യാറാക്കിയോ അതുപോലെ നാമും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആ വിശ്വാസത്താൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ തക്കവണ്ണം, സഹായിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു മനസ്ഥിതി കാണിക്കുമ്പോൾ, ആ ഒരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ പറയട്ടെ, ഈ സംശയങ്ങൾ മാറി അവർ ദൈവത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെയായി തീരും. യോശുവ പറയുന്നു, യോശുവയോട് ദൈവം പറഞ്ഞതുപോലെ, യോശുവയെ നീ ധൈര്യമുള്ളവനായിരിക്കുക. അതുകൊണ്ട് ഈ ദിനങ്ങൾ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ തിരുവചനങ്ങളാ കർത്താവ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.